നമസ്കാരം, ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമുക്ക് കണിക്കൊന്നയെക്കുറിച്ച് ഒരു വിശകലനമാവാം. എന്താണ് കണിക്കൊന്ന? കണിക്കൊന്ന മരത്തെക്കുറിച്ചുള്ള ഐതിഹ്യം എൻ്റെ കഥാപ്രേമികൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചാവട്ടെ ഇന്നത്തെ വിഷയം. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന് കവി പാടി. ഈ കണിക്കൊന്നയ്ക്ക് ഒരു കഥയുണ്ട്. അതായത് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോ യാത്രാമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഉളിയം പെയ്തു കൊന്നത് ഒരു മരത്തിന്റെ പിന്നിൽ മറഞ്ഞു നിന്നാണെന്ന് എന്റെ കഥാപ്രേമികൾ കേട്ടിട്ടില്ലേ? അത് ഈ കണിക്കൊന്ന മരമാണ്. ഈ മരം കാണുമ്പോ എല്ലാവരും പണ്ട് ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി. അത് പിന്നീട് കൊന്ന മരമായി മാറി. പാവം ആ വൃക്ഷത്തിന് സങ്കടായി. ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെയൊരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ. ആ മരം ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചു. ഒടുക്കം ഭഗവാൻ പ്രത്യക്ഷനായി. മരം ശ്രീരാമസ്വാമിയോട് ചോദിച്ചു, ഭഗവാനെ, എന്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ? എന്നാൽ കൊന്ന മരം എന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത്. എനിക്ക് ഈ പഴി ഇനി താങ്ങാൻ വയ്യ. അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഭഗവാൻ പറഞ്ഞു, പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു. പിന്നീട് സത്യം മനസ്സിലാക്കി നീ ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം. ഈ നാമം നിന്നെ വിട്ടു പോവില്ല. എന്നാൽ എന്നോടുകൂടി സംഗമമുണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും ഒരിക്കൽ സൗഭാഗ്യം ലഭിക്കും. നീ സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക. ഉടനെ കൊന്നമരം ഭഗവാന്റെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഈശ്വര ചിന്തയോടെ അങ്ങനെ കഴിഞ്ഞു. വൈകാതെ കലികാലം ആരംഭിച്ചു. പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തോത്തമന്മാർക്കും ലഭിച്ചു. കുറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ അങ്ങട് ലീലയാടി. എന്നാൽ കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി പണ്ടുണ്ടായിരുന്നു. ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ അങ്ങട് ഇറങ്ങിച്ചെല്ലും. തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും ചേർന്ന് അങ്ങട് കളിക്കും. അന്ന് ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോ അന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു. അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തന്റെ കൂട്ടുകാരനെ കാണുവാൻ പോയത്. കണ്ണന്റെ കഴുത്തിൽ കിടക്കുന്ന ആ മാല കണ്ടപ്പോ ആ ബാലന് അതൊന്ന് അണിയാൻ മോഹം തോന്നി. കണ്ണൻ അത് തന്റെ ഉറ്റ ചങ്ങാതിക്ക് സമ്മാനമായി അങ്ങോട്ട് നൽകി. വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോ മാല കാണാതെ അന്വേഷണായി. ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല. ഉടനെ അവനെ കൂട്ടി ആ മാതാപിതാക്കൾ ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പോഴും ആ ഉണ്ണി എനിക്കിത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതാരും വിശ്വസിച്ചില്ല. കുട്ടി അത് മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ അങ്ങോട്ട് ശിക്ഷിക്കാനൊരുങ്ങി. പേടിച്ച കുഞ്ഞ് തന്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത്, കണ്ണാ, നീ എന്റെ ചങ്ങാതിയല്ലേ, ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയാമായിരുന്നു. നിന്റെ ചങ്ങാത്തം എനിക്കിനി വേണ്ട, ഈ മാലയും എനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു.
ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്നമരത്തിലാണ്. അത്ഭുതമെന്ന് പറയട്ടെ, ആ മരം മുഴുവനും സ്വർണവർണ്ണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു. ആ സമയത്ത് ശ്രീകോവിലിൽ നിന്നും അശരീരി കേട്ടു. ഇത് എന്റെ കളിക്കൂട്ടുകാരനായ എന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ്. അവനെ ആരും ശിക്ഷിക്കാൻ മുതിരരുത്. അഥവാ ഇനി ആരെങ്കിലും അവനെ ശിക്ഷിക്കാൻ മുതിർന്നാൽ ആ കയ്യ് ഇനി പൊങ്ങില്ല. ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങൾക്കുണ്ടാകും. മാത്രമല്ല, ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടതായി വരില്ല എന്നൊരശരീരി ഉണ്ടായി. അവിടെ കൂടിയ ഭക്തജനങ്ങൾ ആ അശരീരി കേട്ട് അമ്പരന്ന് ഞെട്ടിത്തരിച്ചുപോയി. അന്ന് മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത്. അങ്ങനെ കണ്ണന്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു. ഈ കഥയൊന്നും എല്ലാവർക്കും അറിയില്ലെങ്കിലും നിറയെ പൂത്ത കണിക്കൊന്ന എല്ലാവരിലും ആനന്ദവും പകരുന്നു. എല്ലാ വർഷവും ഭഗവാന്റെ അനുഗ്രഹം ഓർക്കുമ്പോ കൊന്നമരം അറിയാതെ പൂത്തുലഞ്ഞു പോകുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കവി പാടിയത്, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ എന്ന്. കണിക്കൊന്നയെക്കുറിച്ചുള്ള ഈ ചെറിയ ഒരു കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി, നമസ്കാരം.